പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ലേ, നമുക്ക് ഇന്നൊരു നല്ല സുഖിയൻ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 240 ml ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട്. ആ പയറിലെ കല്ലെല്ലാം പിറക്കി മാറ്റി ഒന്ന് പാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പയറൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഒരു 3-4 വെള്ളം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓണസമയത്ത് നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് കഴുകിയെടുത്ത പയർ നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഏത് കപ്പിലാണോ പയർ അളന്നെടുത്ത് അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പൊന്നും ഇടരുത്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കുക്കറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവൊക്കെ. അപ്പോൾ ഈ 4 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതാ നല്ലപോലെ പയർ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നെന്ന് മാത്രമല്ല, നല്ല പയർ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഒരല്പം പോലും വെള്ളം ഒന്നും ബാക്കിയായിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്കത് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിൽ വെച്ച് ഞാൻ അത് വഴറ്റിയെടുക്കാത്തതിൻ്റെ കാരണം നല്ലപോലെ വീഡിയോയ്ക്കകത്ത് കാണുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അതേ കുക്കറിൽ തെറ്റി പരന്ന കുക്കറാണെങ്കിൽ നമുക്ക് അതിൽ വെച്ച് തന്നെ ഇത് ചെയ്തെടുക്കാമായിരുന്നു. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് പയറൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോരും. നമുക്ക് പയറൊക്കെ ഒന്ന് കടിച്ച് തിന്നാനായിട്ട്, ചവച്ച് തിന്നാനായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഉടയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുക്കിയെടുത്ത ശർക്കര നമുക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ 250 ഗ്രാം അടുപ്പിച്ച് വരുന്ന ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അത്രയും വരുമായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ എടുക്കാം നമുക്ക്. ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ശർക്കര എല്ലാം മെൽറ്റായി നല്ലപോലെ വീണ്ടും അത് കട്ടിയായി പയറെല്ലാം നല്ല സെറ്റായി വരണം. നമ്മുടെ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കത്തക്ക രീതിയിൽ നല്ല സെറ്റായി വരണം കേട്ടോ. അതുവരെയും നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ശർക്കര എല്ലാം നല്ലപോലെ കട്ടിയായി തേങ്ങയും പയറും ശർക്കരയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു ബാറ്റർ കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മാത്രം മതിയാവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഈ മാവ് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്, എന്നാൽ ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല. നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ ഈ മാവൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മാവ് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ബാറ്റർ പോലെ അല്ല കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയായിട്ട് വേണം. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവെന്ന് പറയത്തില്ല, ആ ഒരു പരുവത്തിന് നമുക്കിത് കലക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ പയറൊക്കെ ഇപ്പോൾ ഒരുവിധം ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതുപോലെ കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി ഉരുട്ടി മാറ്റാം. ഇപ്പോൾ ഒരു 10-15 എണ്ണത്തിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ തിളയ്ക്കാൻ വയ്ക്കാം. എണ്ണ നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ മാവിലിട്ട് ഒന്ന് ടിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും ആവാവുന്ന രീതിയിലെടുത്ത് നമുക്ക് തിളച്ച എണ്ണയിലിട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട. കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് പണ്ടത്തെ പോലെ നമുക്ക് ഒത്തിരി വേവിച്ചെടുക്കേണ്ട കാര്യങ്ങളില്ല. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അതിനുശേഷം ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഒരു വശം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചും മറിച്ച് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കിയിട്ട് കൊടുത്ത് നല്ലപോലെ മൊരിയിച്ചെടുക്കുക. അപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടായതിന് ശേഷം മാത്രം എടുക്കുക. നല്ലപോലെ നല്ല പരുവത്തിന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഓണ സമയത്ത് നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടും. സേവ് ചെയ്ത് വച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും ബായ്.